അധ്യാപകനായി ജോലി തുടങ്ങിയിട്ട് ഈ കഴിഞ്ഞ ജൂലൈ 4-ാം തീയതി 60-ാമത്തെ വർഷത്തിലേക്ക് കടന്നു. ഈ 60 വർഷത്തിനുള്ളിൽ ഞാൻ ഒരു കണക്ക് കൂട്ടിയപ്പോൾ മനസ്സിലാക്കിയത് ഏകദേശം 3 ലക്ഷത്തോളം കുട്ടികളെ പഠിപ്പിച്ചു എന്നാണ്. ഇവരിൽ ചിലരെല്ലാം വളരെ മോശമായ രീതിയിൽ, തരത്തിൽ പറഞ്ഞാൽ നശിച്ചുപോയി എന്ന് വരെ പറയാവുന്ന വിധത്തിൽ അവസാനിച്ചവരെയും എനിക്കറിയാം. ചെറിയ ഒരു നമ്പർ. എന്നാൽ നമ്മൾ പൊതുവിൽ നോക്കുമ്പോൾ, പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ പത്രത്തിൽ നിന്നും TV മാധ്യമങ്ങളിൽ നിന്നൊക്കെ അറിയുന്ന കാര്യം, ആയിരക്കണക്കിന് പേരാണ് തെറ്റായ മാർഗത്തിലൂടെ പോകുന്നത്, വലിയ ക്രിമിനലുകളൊക്കെ ആയി മാറുന്നത്, കൊലപാതകം വരെ ചെയ്യുന്നതിന് മടിയില്ലാത്തവരായി മാറുന്നത്. ഇത് എങ്ങനെയാണ് സംഭവിച്ചിട്ടുണ്ടാവുക? വളരെ ചെറിയൊരു തുടക്കം മാത്രം. അവിടെ നിന്നായിരിക്കും ഇതൊക്കെ ഈ വലിയ ക്രിമിനൽ പശ്ചാത്തലത്തിലേക്കൊക്കെ ചെന്ന് വീഴുന്നത്. ഞാനിതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോഴാണ് ഇത് വളരെ വ്യക്തമായിട്ട് 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു വരച്ച് കാണിച്ചിട്ടുണ്ട്. ഞാൻ 7-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് പ്രോഡിഗൽ സൺ, ധൂർത്തപുത്രൻ എന്ന കഥ ആദ്യമായി പഠിക്കുന്നത്. അത് ഇംഗ്ലീഷിലെ ഒരു പാഠമായിരുന്നു. കുമാരൻ മാഷ് പഠിപ്പിച്ചു തന്നത് ഇപ്പോഴും എൻ്റെ ഓർമ്മയിലുണ്ട്. അന്ന് ഞങ്ങളോട് ബൈബിൾ വീട്ടിലുള്ളവർ ബൈബിൾ കൊണ്ടുവരണം, മലയാളം ബൈബിൾ കൊണ്ടുവരണം എന്ന് പറഞ്ഞ് ഞാൻ ഒരു ബൈബിൾ കൊണ്ടുപോയി അദ്ദേഹത്തിന് കൊടുത്തതും ഒക്കെ, ബൈബിൾ കൊടുക്കുകയല്ല, അതിൽ നിന്ന് ഈ ഭാഗം മാത്രം പകർത്തി എഴുതി കൊണ്ടുപോയി കൊടുത്തത് ഓർക്കുന്നുണ്ട്. അന്ന് പഠിച്ച കാര്യങ്ങൾ അത് പിന്നീട് അതിനെ വികസിപ്പിച്ചെടുത്തപ്പോൾ ഈ കുഞ്ഞുങ്ങൾ തെറ്റായ വഴിയിൽ ചെന്ന് പെടുന്നതിൻ്റെ കാരണങ്ങൾ എനിക്ക് സ്റ്റെപ്പുകൾ എന്താണ് എന്നൊക്കെ അങ്ങനെ മനസ്സിലായി. ചെറിയ ചെറിയ തുടക്കത്തിലാണ് അവർ ഇതാരംഭിക്കുന്നത്. ഒരു ചെറിയ ഉദാഹരണം, കുട്ടികളായിരിക്കുന്ന കാലത്ത് മിക്കവാറും എൻ്റെയൊക്കെ പ്രായത്തിലുള്ളവർ ചെയ്തിട്ടുണ്ടാവും. ഇന്ന് അതിനുള്ള സൗകര്യങ്ങളൊന്നുമില്ല. കടലാസ് കൊണ്ട് വഞ്ചി ഉണ്ടാക്കി അത് കുളത്തിൻ്റെ വെള്ളം ആഴം കുറവുള്ളൊരു സ്ഥലത്ത് ഇടും. എന്നിട്ട് ആ വെള്ളം ഇങ്ങനെ കൈകൊണ്ട് ചലിപ്പിച്ചാൽ അതിങ്ങനെ നീങ്ങി വളരെ ആഴത്തിലേക്ക് പോകുന്നത് കണ്ടിട്ടുണ്ടാവും. കുറച്ച് പേരെങ്കിലും കണ്ടിട്ടുണ്ടാവും. ഇന്നത്തെ കുട്ടികൾക്ക് അത്തരം കാര്യങ്ങളൊന്നും കാണാനുള്ള ഒരു ഭാഗ്യം ഇല്ല. ഇതിങ്ങനെ കുറേശ്ശെ മുന്നോട്ട് പോവുകയാണ്. ഇതുപോലെയാണ് പല കുട്ടികളും വലിയ ക്രിമിനൽ പശ്ചാത്തലത്തിൽ ചെന്ന് പെടുന്നത്. പല സ്റ്റെപ്പുകളായിട്ടാണ്. തുടക്കം വളരെ സിമ്പിളായിരിക്കും, അതറിയാതെ അങ്ങനെ പോകുന്നതാണ്. അല്ലാതെ ആരെങ്കിലും ഒരു കുട്ടി ക്രിമിനലാകണം എന്ന് വിചാരിച്ച് ഒരുങ്ങുന്നില്ല, അറിയാതെ ചെന്ന് വീഴുകയാണ്. ആ പശ്ചാത്തലത്തിലേക്ക് ചെന്ന് വീഴുകയാണ് എന്ന് പറയാം. നമ്മളൊക്കെ കുളിക്കുമ്പോൾ സോപ്പ് ഇങ്ങനെ മേലെ തേക്കുമല്ലോ, ചിലപ്പോഴെങ്കിലും നമ്മുടെ കയ്യിൽ നിന്നത് വഴുതി താഴെ വീണു പോകും. അതുപോലെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഇടയ്ക്ക് പല വിധത്തിലുള്ള കൂട്ടുകെട്ടുകളിലൂടെ ഇങ്ങനെ നന്മയിൽ നിന്ന് അകന്നകന്ന് തിന്മയുടെ പടുകുഴിയിൽ ചെന്ന് പെടുക. ഇതാണ് വാസ്തവത്തിൽ യേശു ആ ധൂർത്തപുത്രൻ, പ്രോഡിഗൽ സൺ എന്ന് പറയുന്ന ആ ഉപമയിലൂടെ വരച്ച് കാണിച്ചിട്ടുള്ളത്. ആ ഉപമ നിങ്ങളെടുത്ത് വായിക്കണം എന്ന് ഞാൻ പറയും.
ഞാനതിൻ്റെ എസൻസ് മാത്രം നിങ്ങളോട് പറയാം. എന്നിട്ട് അതിൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ള സ്റ്റെപ്പുകളെക്കുറിച്ചും നിങ്ങളോട് പറയാം. ഒരു പിതാവിന് 2 മക്കളുണ്ടായിരുന്നു. അതിൽ ഇളയവൻ തൻ്റെ ഓഹരി, സ്വത്തിൽ തൻ്റെ ഓഹരി പിതാവിനോട് ചോദിച്ചു. അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. രണ്ടാമത്തെ സ്റ്റെപ്പ്, അവൻ അതെല്ലാം ശേഖരിച്ചു. അവൻ്റെ സ്വത്തൊക്കെ അവൻ ശേഖരിച്ചു, അവൻ്റേതായിട്ടുള്ളതൊക്കെ അവൻ ശേഖരിച്ചു. അത് രണ്ടാമത്തെ സ്റ്റെപ്പ്. അതിനുശേഷം അവൻ ദൂരദേശത്തേക്ക് പോയി. മൂന്നാമത്തെ സ്റ്റെപ്പ്, ദൂരദേശത്ത് ചെന്ന് അവൻ അവിടെ മോശം കൂട്ടുകാരുടെ കൂടെ കൂടി പലവിധ സുഖ സൗകര്യങ്ങളിൽ ഏർപ്പെട്ടു. അതാണ് 4ാമത്തെ സ്റ്റെപ്പ്. അങ്ങനെ സുഖ സൗകര്യങ്ങളിൽ ഏർപ്പെട്ട് അവൻ്റെ സ്വത്ത് മുഴുവൻ നശിപ്പിച്ചു കളഞ്ഞു. പിന്നീട് അവന് നിഷിദ്ധമായ ഒരു ജോലിയിൽ ചെന്ന് പെടുകയാണ്. അതാണ് പന്നിയെ മേയ്ക്കാനുള്ള ജോലി. അത് 5ാമത്തെ സ്റ്റെപ്പാണ്. പന്നിയെ മേയ്ക്കാൻ ഒരു മ്ലേച്ഛമായ ജോലി അവൻ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്തു. അതിനുശേഷം അവൻ അവിടെ കിടന്ന് ഭക്ഷണം പോലും കിട്ടാതെ, പന്നികൾ തിന്നുന്ന തവിട് പോലും കിട്ടാതെ വിഷമിച്ചു. അതിന് നമുക്ക് വേണമെങ്കിൽ പറയാം, ഒരു അടിമത്വം, പാപത്തിൻ്റെ അടിമ, തിന്മകളുടെ അടിമയാകുകയാണ്. ആ പന്നികളുടെ ഉടമസ്ഥൻ്റെ അടിമയായി മാറുകയാണ്. അങ്ങനെ അതിനുശേഷം 7ാമത്തെ സ്റ്റെപ്പ്, അവന് ഒന്നും കിട്ടാത്തൊരവസ്ഥ. ഇങ്ങനെ 7 സ്റ്റെപ്പുകളിലൂടെയാണ് അവന് ദൈവത്തിൻ്റെ കൃപ തീരെ ലഭിക്കാത്തൊരവസ്ഥയിൽ അവൻ ചെന്നുപെടുന്നത്. നമ്മുടെയൊക്കെ സ്ഥിതി ഇത് തന്നെയാണ്. ഈ 7 സ്റ്റെപ്പുകൾ ഞാൻ ഇങ്ങനെ ഒന്നുകൂടി വിവരിക്കാം. ഒന്നാമത്തേത് സെൽഫ് വിൽ ആണ്. സെൽഫ് വിൽ എന്ന് പറഞ്ഞാൽ തന്നിഷ്ടം. അവൻ തന്നിഷ്ടം നോക്കി, പിതാവിൻ്റെ ഇഷ്ടം നോക്കുന്നതിന് പകരം സ്വന്തം ഇഷ്ടം നോക്കി. ഉപമയിൽ അങ്ങനെയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചിലപ്പോൾ അധ്യാപകൻ്റെ ഇഷ്ടം നോക്കുന്നതിന് പകരം സ്വന്തം ഇഷ്ടം നോക്കി പോകുന്നതാണ് കുട്ടി വഴി തെറ്റിപ്പോകുന്നതിൻ്റെ ആദ്യത്തെ പടി. ഭർത്താവിൻ്റെ ഇഷ്ടം നോക്കുന്നതിന് പകരം സ്വന്തം ഇഷ്ടം നോക്കി പോകുന്നതാണ് ഒരു ഭാര്യ വഴിതെറ്റിപ്പോകുന്നതിൻ്റെ ആദ്യത്തെ പടി. മറിച്ചും ഭാര്യയുടെ ഇഷ്ടം നോക്കാതെ ഭർത്താവ് സ്വന്തം ഇഷ്ടമനുസരിച്ച് തന്നിഷ്ടം, മാതാപിതാക്കളുടെ ഇഷ്ടം നോക്കാതെ അവരുടെ വഴിക്ക് പോകുന്നു. അതാണ് വഴിതെറ്റിപ്പോകുന്നതിൻ്റെ ആദ്യത്തെ പടി, ഫസ്റ്റ് സ്റ്റെപ്പ്. സെൽഫ് വിൽ, അല്ലെങ്കിൽ നമുക്കതിനെ തന്നിഷ്ടം എന്ന് വിളിക്കാം. നമ്മളെപ്പോഴും നോക്കേണ്ടത് നമ്മുടെ മാതാപിതാക്കളുടെ, നമ്മുടെ ജീവിത പങ്കാളിയുടെ ഒക്കെ ഇഷ്ടമാണ്. അത് അൾട്ടിമേറ്റായിട്ട് ആ ഇഷ്ടമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. അതാണ് നമ്മൾ നോക്കേണ്ടത്. ദൈവഹിതത്തിനനുസരിച്ച് ജീവിക്കാനായിട്ട് നമ്മളൊരു വ്രതമെടുക്കുക. ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മൾ അറിയുന്നത് പലതരത്തിലാണ്. മാതാപിതാക്കളിലൂടെ, ഗുരുജനങ്ങളിലൂടെ, വൈദികരിലൂടെ, നമുക്ക് തന്നെ ദൈവവുമായിട്ടുള്ള ബന്ധത്തിലൂടെയൊക്കെയാണ് നമ്മൾ അത് തിരിച്ചറിയുന്നത്. ആ ഇഷ്ടം മനസ്സിലാക്കി ജീവിക്കാൻ നമ്മൾ ശ്രമിക്കണം. അത് ശ്രമിക്കാതെ വരുമ്പോഴാണ് അവൻ പാപത്തിൻ്റെ ആ കുഴിയിലേക്കുള്ള ഓരോ സ്റ്റെപ്പ് എടുത്തു വയ്ക്കുന്നത്. രണ്ടാമത്തേത്, അവനുള്ളതെല്ലാം ശേഖരിച്ചു എന്നുള്ളതാണ്. അവനുള്ളത്, ഇതെൻ്റേത്, എൻ്റേത്. അതിന് നമുക്ക്
സെൽഫിഷ്നെസ് എന്ന് പറയാം, സ്വാർത്ഥത. എപ്പോഴും മനുഷ്യന് സ്വാർത്ഥത അതിൻ്റെ ഒരു കൂടപ്പുറപ്പാണ് എന്ന് പറയാം. സ്വാർത്ഥതയുണ്ടോ, നിങ്ങൾ തെറ്റായ വഴിയിൽ രണ്ടാമത്തെ സ്റ്റെപ്പിൽ എത്തിക്കഴിഞ്ഞു. ഒരിക്കലും സ്വാർത്ഥത പാടില്ല. ദൈവം നമുക്ക് തരുന്നതെല്ലാം തന്നെ മറ്റുള്ളവർക്ക് കൂടി വേണ്ടിയാണ്. സമ്പത്ത് മാത്രമല്ല, കഴിവുകൾ, അറിവ്, പ്രസംഗിക്കാനുള്ള കഴിവ്, എഴുതാനുള്ള കഴിവ്, ഇതൊക്കെ നമ്മൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാനുള്ളതാണ്. സമ്പത്തും അതിൻ്റെ ഒരു അനുസരിച്ച് സമ്പത്തും പങ്കുവയ്ക്കാനുള്ളതാണ്. അപ്പോൾ അങ്ങനെ സ്വാർത്ഥത വന്നു പെട്ടാൽ ഇതൊന്നും നടക്കില്ല. മൂന്നാമത്തെ സ്റ്റെപ്പ് സെപ്പറേഷൻ എന്ന് പറയാം. സ്വാർത്ഥരൊക്കെ എപ്പോഴും മറ്റുള്ളവരിൽ നിന്ന് മാറിപ്പോകും. കുട്ടികൾ ക്ലാസ്സിൽ വരാതെ ചുറ്റിക്കറങ്ങി നടക്കുന്ന പതിവുണ്ട്. അവരൊക്കെ വഴിതെറ്റി പോകുന്നതിൻ്റെ മൂന്നാമത്തെ സ്റ്റെപ്പിൽ എത്തിക്കഴിഞ്ഞു. ക്ലാസ്സിൽ കയറാതെ സിനിമയ്ക്ക് പോയി, അതുപോലെ മാളുകളിൽ പോയി കൂട്ടുകെട്ടുമായിട്ട് നടന്നു. ചിലരൊക്കെ വെറുതെ ഞാൻ കണ്ടിട്ടുണ്ട്, പാടത്ത് വരമ്പത്ത് പോയിരുന്ന് വർത്തമാനം പറയുന്നത്, 8-10 പേര് കൂടി പോയി കുറേ കഥകളൊക്കെ പറയുന്നു. അങ്ങനെ അവർ വഴി തെറ്റിപ്പോവുകയാണ് ചെയ്യുന്നത്. സ്വാർത്ഥരാണ്. സെപ്പറേഷൻ, മറ്റുള്ളവരിൽ നിന്ന് അകന്നു പോവുക, കൂട്ടായ്മയിൽ നിന്ന് വിട്ടുപോവുക. ക്ലാസ്സിൻ്റെ കൂട്ടായ്മ, കുടുംബത്തിൻ്റെ കൂട്ടായ്മ, ഇടവകയുടെ കൂട്ടായ്മ, ഈ കൂട്ടായ്മയിൽ നിന്ന് എല്ലാം മാറിപ്പോകുന്നതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ്. പലർക്കും സംഭവിക്കുന്നത് ഇത് വലിയ തെറ്റല്ല എന്ന് വിചാരിക്കുകയാണ് അവർ. പക്ഷേ ഇത് കൂടുതൽ ആഴങ്ങളിലേക്ക് പോവുകയാണ്. ആ വഞ്ചി ചെറിയ ചെറിയ ഓളങ്ങളിൽ കുറേശ്ശെ മുന്നോട്ട് പോയി വലിയ ആഴമുള്ള സ്ഥലത്ത് വരെ എത്തുന്നത് പോലെ തെറ്റിൻ്റെ ആഴങ്ങളിലേക്ക് പോവുകയാണ്. ഇങ്ങനെ കൂട്ടം കൂടി നിൽക്കുന്ന കുട്ടികളായിരിക്കും, കുട്ടികളിൽപ്പെട്ടവരായിരിക്കും ആരെങ്കിലും ഒരാൾ ഒരു തിന്മ നിരൂപിക്കുകയാണ്. ഇപ്പോൾ ബാക്കിയുള്ളവരെല്ലാവരും കൂടി അതിനെ പ്രോത്സാഹിപ്പിച്ചു, അതിനെ പൊടിപ്പും തൊങ്ങലൊക്കെ വെച്ചു, അത് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് അവർ പോവുകയാണ്. എന്താണെന്ന് പറയാൻ പറ്റില്ല. അത് വളരെ വളരെ വലിയ തെറ്റൊക്കെ ആയി വരാം. എന്തായാലും ഈ സെപ്പറേഷൻ, വേർതിരിവ്, ആദ്യത്തേത് തന്നിഷ്ടം, രണ്ടാമത്തേത് സെൽഫിഷ്നെസ്, സ്വാർത്ഥത, മൂന്നാമത്തേത് ഈ സെപ്പറേഷൻ, വേർപിരിയൽ. ആ വേർപിരിയൽ, കൂട്ടം പിരിയൽ. എപ്പോഴും കൂട്ടത്തോടു കൂടെ വേണം നമ്മൾ നിൽക്കാൻ. നന്മ ചെയ്യുന്ന കൂട്ടങ്ങളുടെ കൂടെ വേണം നമ്മൾ നിൽക്കാൻ. തിന്മ ചെയ്യുന്നൊരു കൂട്ടത്തിൽ ചെന്ന് പെടാൻ പാടില്ല. അപ്പോൾ അതിൽ നിന്ന് മാറണം. മറിച്ച് നന്മ ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ആ ഗ്രൂപ്പിനോട് ചേർന്ന് നിന്നാൽ നമ്മുടെ ചെറിയ സഹായം പോലും വലിയൊരു ഉപകാരത്തിന് ഇടയാകും. ഒരുപക്ഷെ നമ്മൾ നിസ്സാരം എന്തെങ്കിലും കൊടുക്കുന്നേ ഉണ്ടാവുള്ളൂ. അത് നിസ്സാരം എന്തെങ്കിലും അത് വലിയ ഒരു സംഖ്യയായി മാറും. ആർക്കെങ്കിലും അത് ഉപകാരപ്പെടും. അപ്പം കൂട്ടായ്മയിൽ നിന്നാലുള്ള മെച്ചം അതാണ്. കൂട്ടായ്മ തെറ്റിപ്പോകാതെ നോക്കണം. നല്ലത് ചെയ്യുന്ന കൂട്ടായ്മ, അതും കൂടി ശ്രദ്ധിക്കണം കേട്ടോ. എവിടെയെങ്കിലും ഒരു സമരം നടക്കുകയാണ്, അപ്പോൾ അതിൻ്റെ കൂടെ പോകണമെന്നല്ല ഞാൻ, അവിടെ ഒരു കൂട്ടായ്മയുണ്ട്, പക്ഷെ അതിൻ്റെ കൂടെ പോകണമെന്നല്ല ഞാൻ പറഞ്ഞത്. നല്ല കൂട്ടായ്മകൾ എവിടെ കാണുന്നുവോ അതിനോട് ചേർന്ന് നിന്നാൽ നിങ്ങളുടെ ചെറിയ സഹായം അത് വലിയ ഒരു സഹായമായി മറ്റുള്ളവർക്ക് അനുഭവപ്പെടും. അപ്പോൾ ഒന്നാമത്തേത് സെൽഫ് വിൽ, രണ്ടാമത്തേത് സെൽഫിഷ്നെസ്, മൂന്നാമത്തേത് സെപ്പറേഷൻ. നാലാമത്തേത് ഇങ്ങനെ വേർതിരിഞ്ഞാൽ അവർക്ക് വന്നുപെടുന്നത് സെൻഷ്വാലിറ്റി എന്ന് പറയും. ഇന്ദ്രിയ സുഖങ്ങൾ. അവിടെ എഴുതിയിട്ടുണ്ട് അവൻ ഇന്ദ്രിയ സുഖങ്ങളിൽ മുഴുകി എന്ന്. അതാണ് സെൻഷ്വാലിറ്റി. സെൻസസ്
അതായത് നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ സുഖത്തിന് വേണ്ടി കാണാൻ ഇമ്പമുള്ളത്, കാണാൻ നല്ലത്, കേൾക്കാൻ ഇമ്പമുള്ളത്, ആസ്വദിക്കാൻ നല്ലത്, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ മുഴുകുകയാണ്. അതാണ് ഇന്ദ്രിയ സുഖങ്ങളിൽ മുഴുകുന്നത്, സെൻഷ്വാലിറ്റി. അങ്ങനെ സെൻഷ്വാലിറ്റിയിൽ മുഴുകുന്നതോടുകൂടി അവനിലുള്ള എല്ലാ നന്മകളും പോകും. സെൻസസ് ദൈവം നമുക്ക് തന്നതാണ്. ഈ ലോകവസ്തുക്കളെ, സൃഷ്ടവസ്തുക്കളെ ആസ്വദിക്കുന്നതിന് വേണ്ടി ദൈവം തന്നതാണ്. അത് ആസ്വദിക്കുന്നതിന് വേണ്ടി ദൈവം കൽപ്പനകളും തന്നിട്ടുണ്ട്. സൃഷ്ടവസ്തുക്കൾ മാത്രമല്ല ദൈവം തന്നത്, സൃഷ്ടവസ്തുക്കൾക്കൊപ്പം ദൈവം ഇതുകൂടി തന്നിട്ടുണ്ട്. അതിന് നിയമങ്ങൾ, അതെങ്ങനെ കൈകാര്യം ചെയ്യണം എന്നൊക്കെയുള്ള നിയമങ്ങളും കൂടി ദൈവം തന്നിട്ടുണ്ട്. ആ നിയമങ്ങൾക്കനുസരിച്ച് ജീവിക്കുമ്പോൾ സൃഷ്ടവസ്തുക്കളൊന്നും നമുക്ക് ദ്രോഹം ചെയ്യില്ല. മറിച്ച് നിയമങ്ങളെ അവഗണിച്ചുകൊണ്ട് സൃഷ്ടവസ്തുക്കളെ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങളുടെ നിയമത്തിനനുസരിച്ച് നിങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങുമ്പോൾ സൃഷ്ടവസ്തുക്കൾ നമുക്ക് ദ്രോഹം ചെയ്യും. അതാണ് ഈ രണ്ടാമത്തെ മകന് സംഭവിച്ചത്. അവൻ ഇന്ദ്രിയ സുഖങ്ങളിൽ മുഴുകി. കണ്ണിൻ്റെയും കാതിൻ്റെയും ശരീരത്തിൻ്റെയും എല്ലാം സുഖസൗകര്യങ്ങളിൽ മുഴുകി. എല്ലാ ഇന്ദ്രിയങ്ങളും അവൻ മതിമറന്ന് ആസ്വദിച്ചു. ഇന്ദ്രിയങ്ങളെ വഴിവിട്ട് ആസ്വദിക്കുമ്പോൾ അതിന് പണച്ചെലവുണ്ട്. അങ്ങനെയാണ് ഇവൻ്റെ കയ്യിലുള്ള സമ്പത്ത് മുഴുവൻ നഷ്ടപ്പെട്ടു പോയത്. അങ്ങനെ നാലാമത്തെ സ്റ്റെപ്പിൽ അവൻ ചെന്നുപെട്ടു, സെൻഷ്വാലിറ്റി. അഞ്ചാമത്തെ സ്റ്റെപ്പ് സെൽഫ് അബേസ്മെൻ്റ് ആണ്. അത് മ്ലേച്ഛത എന്ന് പറയും. അബേസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ മ്ലേച്ഛത. ആ മ്ലേച്ഛതയിൽ നമ്മളെ ആരെങ്കിലും കൊണ്ടുപോയി ഇടുകയല്ല, അവൻ സ്വയമായിട്ട് ചെയ്യുകയാണ്. സെൽഫ് അബേസ്മെൻറ്റ് അഞ്ചാമത്തെ സ്റ്റെപ്പ്. ഏത് മ്ലേച്ഛമായ കാര്യവും അവൻ ചെയ്യാൻ തുടങ്ങും. ഇന്ദ്രിയങ്ങളെ അമിതമായി ദുരുപയോഗപ്പെടുത്തുമ്പോൾ നമ്മൾ ചെന്ന് പെടുന്നത് ഏത് മ്ലേച്ഛമായ സംഗതിയും ചെയ്യുക എന്നുള്ളതാണ്. ഒരു നാണവും നമുക്കുണ്ടാവില്ല. അങ്ങനെ ചെന്ന് പെട്ടുകഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത സ്റ്റെപ്പാണ് സെർവിറ്റ്യൂഡ് എന്ന് പറയും, അടിമത്വം. അടിമത്വമാണ് അത്, പാപത്തിൻ്റെ അടിമത്വമാണ്. ഇവിടെയൊക്കെ പാപത്തിലേക്കുള്ള വഴിയാണല്ലോ. പാപത്തിൻ്റെ അടിമത്വത്തിലേക്ക് അവൻ ചെന്ന് പെടുകയാണ് ചെയ്തത്. അവൻ ഈ സെൽഫ് അബേസ്മെൻ്റ് എന്ന് പറയുന്നത്, മ്ലേച്ഛത എന്ന് പറയുന്നത് ഒന്നുകൂടി ഞാൻ വ്യക്തമാക്കാം ഈ ധൂർത്തപുത്രൻ്റെ കേസിൽ എങ്ങനെയാണ് എന്ന്. ഒരു യഹൂദനെ സംബന്ധിച്ചിടത്തോളം പന്നികൾ മ്ലേച്ഛമായ ജീവികളാണ്. ഈ മ്ലേച്ഛമായ ജീവികളെ മേയ്ക്കാനാണ് ഇയാൾ മുതിർന്നത്. അപ്പോൾ അരുതാത്ത കാര്യങ്ങൾ ചെയ്യുക, ഏത് മ്ലേച്ഛമായ കാര്യത്തിൽ ഇടപെടുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് അവൻ കടന്നു പോവുകയാണ് പതുക്കെ. അങ്ങനെ അവൻ അത് തീരുമാനമെടുത്തു, അവനെ അതങ്ങിയത്. അങ്ങനെ ഒരു പന്നി ഫാമിൻ്റെ ഉടമസ്ഥൻ അയാളുടെ ജോലിക്കാരനായി, അടിമയായി മാറി എന്നുള്ളതാണ്. പാപത്തിൻ്റെ അടിമത്വത്തിൽ നമ്മൾ ചെന്നുപെടും. പിന്നെ നമുക്ക് മോചിതനാകാൻ പ്രയാസമാണ്. നമ്മൾ ആഗ്രഹിക്കാത്ത തിന്മകളൊക്കെ ചെയ്തു പോവുകയാണ് ചെയ്യുന്നത്. നമ്മൾ ആഗ്രഹിക്കാത്ത തിന്മകൾ ചെയ്തു പോകുക. പിന്നെ ചില കുട്ടികൾ ക്ലാസ്സിൽ തന്നെ കയറില്ല. 1 മാസം 2 മാസം 3 മാസം ഒന്നും ക്ലാസ്സിൽ കയറാത്ത എത്രയോ പേരാണ്. നിങ്ങൾ പത്രവാർത്തകളൊക്കെ വായിക്കുന്നില്ലേ? അവർ പുറത്താണ് എപ്പോഴും, ക്ലാസ്സിലില്ല, ഔട്ട്സൈഡ് ദ ക്ലാസ്. ഈ ഏതോ ഒരു അധ്യാപകൻ ഒരു അപ്പനോട് ഇങ്ങനെ പറഞ്ഞു, അപ്പൻ മകനെക്കുറിച്ച് അന്വേഷിച്ച് വന്നതാണ്, എങ്ങനെയുണ്ട് എൻ്റെ മകൻ, പഠിക്കുമോ എന്നൊക്കെ അന്വേഷിച്ചപ്പോൾ മാഷ് പറഞ്ഞു അത്രേ, ഓ യുവർ സൺ ഈസ് ഔട്ട്സ്റ്റാൻഡിങ് എന്ന്. അപ്പോൾ അദ്ദേഹത്തിന്, അപ്പന് സന്തോഷമായി. ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ
സമാനതകളില്ലാത്ത അത്രയും നല്ലൊരു അഭിപ്രായമാണല്ലോ എൻ്റെ മകനെ പറ്റി. പക്ഷേ മാഷ് ഉദ്ദേശിച്ചത് അതല്ല. ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ അവനെപ്പോഴും പുറത്താണ് എന്ന്. അങ്ങനെ ക്ലാസ്സിൽ കയറാത്ത എത്ര കുട്ടികൾ ക്ലാസ്സിലേ കയറില്ല, എന്നാൽ വീട്ടിൽ ഇന്ന് പോരുകയും ചെയ്യും. അവൻ എന്നിട്ട് ഏതെല്ലാം കമ്പനികളിലൊക്കെ കൂടാൻ പറ്റുമോ അതിലൊക്കെ ഇങ്ങനെ കൂടി കറങ്ങി നടക്കും. ഇതാണ് സെർവിറ്റ്യൂഡ്. അവൻ അടിമയായി മാറുകയാണ്. അവിടെ അടിമകൾക്ക് ഭക്ഷണമൊക്കെ കിട്ടിയാൽ കിട്ടി, അത് ഉടമസ്ഥൻ്റെ നന്മ അനുസരിച്ചിരിക്കും. ഇവിടെ ദുഷ്ടനായ ഒരു ഉടമസ്ഥനായിരുന്നിരിക്കണം, അതുകൊണ്ട് അവന് ഭക്ഷണമൊന്നും കിട്ടിയിരുന്നില്ല. അവസാനം അവൻ എന്ത് തീരുമാനിച്ചു? പന്നികൾക്ക് കൊടുക്കുന്ന തവിട് അതെങ്കിലും തിന്നാമെന്ന് തീരുമാനിച്ചു. അത് സൂപ്പർവൈസേഴ്സ് അത് കണ്ടിട്ടുണ്ടാവും, അത് കണ്ട് അവനെ അതിൽ നിന്ന് വിലക്കിയിട്ടുണ്ടാവും. അതുപോലും അവന് കിട്ടിയില്ല. അത് അവൻ ഭക്ഷണം കഴിക്കാൻ പോലുമില്ല. സ്റ്റാർവേഷൻ 7ാമത്തെ സ്റ്റെപ്പ്. ഈ സ്റ്റാർവേഷൻ എന്ന് ഇവിടെ സൂചിപ്പിക്കുന്നത് ദൈവത്തിൽ നിന്ന് അനുഗ്രഹമൊന്നും ലഭിക്കാത്ത അവസ്ഥ. ദൈവം കൊടുക്കാഞ്ഞിട്ടല്ല കേട്ടോ, അത് നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. ദൈവം എല്ലാവർക്കും നന്മ ചെയ്യുന്നവനാണ്, കരുണ കാണിക്കുന്നവനാണ്, കൃപകൾ കൊഴുക്കുന്നവനാണ്. യേശു പറഞ്ഞ ഒരു തിരുവചനം നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ, ദുഷ്ടരുടെയും ശിഷ്ടരുടെയും മേൽ എൻ്റെ പിതാവ് ഒരുപോലെ സൂര്യൻ ഉദിപ്പിക്കുകയും ഒരുപോലെ മഴ പെയ്യിക്കുകയും ചെയ്യുന്നു എന്ന്. എന്നാൽ ഈ സൂര്യപ്രകാശം ചിലർക്ക് കിട്ടുന്നില്ല, സൂര്യപ്രകാശം ഒരു മഴ ചിലർക്ക് കിട്ടുന്നില്ല. എന്താ കാരണം? അവൻ തടസ്സം നിൽക്കുകയാണ്. ആ മഴ കിട്ടാത്ത ഒരു തടസ്സം അവൻ സൃഷ്ടിച്ചിരിക്കുകയാണ്, മഴ അനുഭവപ്പെടാത്ത. അതുപോലെയാണ് ദൈവത്തിൽ നിന്ന് കൃപ എല്ലാവരിലേക്കും വന്നുകൊണ്ടിരിക്കുന്നു. പക്ഷെ അവൻ്റെ പാപങ്ങളാകുന്ന ആ മറ തടസ്സം സൃഷ്ടിച്ചിരിക്കുകയാണ്. അവന് ഒരു കൃപയും കിട്ടുന്നില്ല, പൂർണ്ണമായ സ്റ്റാർവേഷൻ, മുഴുപട്ടിണി. ഞാനപ്പോൾ ആ ഇംഗ്ലീഷിൽ എസ് എന്ന് തുടങ്ങുന്ന 7 സ്റ്റെപ്പുകളാണ്. അത് ഞാൻ ഒരിക്കൽ കൂടി പറയാം. ഒന്നാമത്തേത് സെൽഫ് വിൽ. സെൽഫ് വിൽ എന്ന് പറഞ്ഞാൽ തന്നിഷ്ടം. തന്നിഷ്ടം പാപമാണോ? പാപത്തിലേക്കുള്ള വഴിയാണെന്ന് ഉറപ്പ്. 2, സെൽഫിഷ്നെസ്, സ്വാർത്ഥത. സ്വാർത്ഥത പാപമാണോ? പാപത്തിലേക്കുള്ള വഴിയാണ്. 3ാമത്തേത് സെപ്പറേഷൻ, കൂട്ടായ്മയിൽ നിന്ന് മാറി നിൽക്കുന്നത് പാപമാണോ? അത് പാപത്തിൽ ചെന്ന് പെടാനുള്ള വഴിയാണ്. 4ാമത്തേത് സെൻഷ്വാലിറ്റി, ഇന്ദ്രിയ സുഖങ്ങൾ പാപമാണോ? അനുഭവിക്കുന്നത് പാപമാണോ? അനുവദനീയമല്ലാത്ത ഇന്ദ്രിയ സുഖങ്ങൾ അനുഭവിക്കുന്നത് പാപമാണ്. 5ാമത്തേത് സെൽഫ് അബേസ്മെൻറ്റ്, മ്ലേച്ഛത. ഏത് ഇന്ദ്രിയ സുഖങ്ങൾ അനുഭവിക്കാനായിട്ട് അതിരുവിട്ട് അനുഭവിക്കാൻ തുടങ്ങിയാൽ, പരിധികൾ വയ്ക്കാതെ അനുഭവിക്കാൻ തുടങ്ങിയാൽ, പിന്നെ അവൻ ഏത് മ്ലേച്ഛമായ കാര്യവും ചെയ്യും. ആര് കാണുന്നു, ആരറിയുന്നു, ഇതൊന്നും അവന് ഒരു പ്രശ്നമായിരിക്കുകയില്ല. സെൽഫ് അബേസ്മെൻറ്റ്. അടുത്തത് സെർവിറ്റ്യൂഡ്, 6ാമത്തേത് അടിമത്വം, പാപത്തിൻ്റെ അടിമത്വം. തിന്മകൾ ചെയ്യുന്നതിൻ്റെ അടിമയായി മാറും. അവൻ വിചാരിച്ചാലും അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റാത്ത ഒരവസ്ഥ. ഇതൊക്കെ തുടങ്ങിയത് നമ്മൾ ഓർക്കണം സെൽഫ് വിൽ എന്നാണ്. 7ാമത്തേത് സ്റ്റാർവേഷൻ, മുഴുപട്ടിണി. ആ മുഴുപട്ടിണിയിൽ അവൻ ചെന്നുപെടും. ദൈവം പ്രത്യേകമായ കരുണ കാണിക്കാതെ അവൻ അതിൽ നിന്നും പുറത്തു വരാൻ കഴിയില്ല. അടുത്ത എപ്പിസോഡിൽ ഈ ധൂർത്തപുത്രൻ എങ്ങനെയാണ് മടങ്ങി വരുന്നത്, അതും 7 സ്റ്റെപ്പുകളിലൂടെയാണ്. ഇത് അടുത്ത എപ്പിസോഡിൽ വിവരിക്കണം എന്ന് വിചാരിക്കുകയാണ്.